സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അതൊരു ഡാർക്കസ്റ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്ന ആളുകളുമുണ്ട്, സോഷ്യൽ മീഡിയ പല രീതിയിൽ വിനിയോഗിക്കുന്ന ആളുകളുമുണ്ട്. നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ ആക്ടേഴ്സ്, ഇവരുടെയൊക്കെ റിയൽ ലൈഫും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ വിരാട് കോഹ്ലിയുടെ ഒരു ഇൻസിഡൻറ്റ്, ഒരു പോസ്റ്റ് ലൈക്ക് ചെയ്ത്, ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ലൈക്ക് ചെയ്ത്, അത് ഇൻറ്റൻഷ്യലി ആയിക്കോട്ടെ അൺഇൻറ്റൻഷ്യലി ആയിക്കോട്ടെ, അപ്പോൾ വിരാട് കോഹ്ലിക്ക് അറിയുള്ളൂ എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത്. അതിൻ്റെ പേരും പറഞ്ഞിട്ട് ഒരു സെലിബ്രിറ്റിയെ വട്ടത്തിൽ അങ്ങോട്ട് എന്താ പറയുക ചർച്ച ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിൽ, അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പോലും പേഴ്സണൽ ലൈഫിൽ ഇൻ്റർഫിയർ ചെയ്തുകൊണ്ട് ചർച്ച ചെയ്യുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഗോസിപ്പ് വാർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, അവരുടെ സ്ഥാനത്ത് നിങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കരുതി കൂട്ടിയോ അല്ലാതെയായിട്ട് ഒരു ബിക്കിനിട്ട് ഒരു സ്ത്രീയുടെ ഒരു ഫോട്ടോ ലൈക്ക് ചെയ്തു. പിറ്റേ ദിവസം നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ റിലേറ്റീവ്സ് എല്ലാം അത് ഏറ്റെടുത്തുകൊണ്ട് നിങ്ങളെ കളിയായിക്കൊണ്ടിരിക്കുകയാണ്. ലൈക്ക് നിങ്ങളെ നാട്ടിൽ മൊത്തത്തിൽ ചർച്ച ചെയ്ത് നിങ്ങൾ അങ്ങോട്ട് എന്താ പറയുക കളിയാക്കി തൊലി ഒലിപ്പിച്ച് കളയുന്നു. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ പേരും പറഞ്ഞാൽ നിങ്ങളെ ഫോട്ടോ ഒക്കെ വെച്ച് മീംസൊക്കെ ഉണ്ടാക്കിയിട്ട്, നിങ്ങളുടെ പേരും പറഞ്ഞ് ഗോസിപ്പിൻ്റെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാണ് അങ്ങോട്ട് ആർമാദിച്ച് അങ്ങോട്ട് കളിയാക്കുന്ന ആളുകൾ. നിങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിക്കുകയും, നമ്മൾ ഒന്നോ രണ്ടോ ഫ്രണ്ട്സ് കളിയാക്കുന്ന കാര്യങ്ങളെ പറയുന്നത്, ഹോൾ വേൾഡ് കളിയാക്കുന്ന കാര്യമാണ് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾക്കപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത്. ഈ സെലിബ്രിറ്റീസും അതുപോലെ തന്നെയാണ്. അവർക്ക് ചിലപ്പോൾ എക്സ്പെൻസീവ് കാർസ് ഉണ്ടായിരിക്കാം, ബില്യൺസ് ഓഫ് അവരുടെ കയ്യിലുണ്ടായിരിക്കാം, പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ അവരും നമ്മളെപ്പോലെ മനുഷ്യരാണ് എന്നുള്ളതാണ്.